കഴിക്കണോ? ഇടിയേ ഇച്ചിരി തേയില തരാവോ? വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞപ്പോഴാ തേയില ഇരുന്ന് കണ്ടത്. നാളെ തരാട്ടാ. അതിനിപ്പോ എന്നാ, തരാലോ. വാ, ഇപ്പൊ എടുത്തോണ്ട് വരാവേ. എന്നാച്ചി തേയില. ഞാൻ ഇന്നലെ ആ ശാന്തമ്മ പറഞ്ഞൊരു കാര്യം അറിഞ്ഞു. ആ രമണിയുടെ മാളൊരു ചെറുക്കനുമായിട്ട് പ്രേമാണെന്നോ ഇഷ്ടമാണെന്നോ ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോ ഇട്ടേക്കുവാന്നാ പറയണ കേട്ടത്. നമുക്ക് ഇതൊന്നും ഇല്ലാത്തോണ്ട് അറിയാമല്ലോ. അവിടെ പിള്ളേര് പറയുന്ന കേട്ടോ. എന്നിട്ട് ചെറുക്കന്റെ മുഖത്ത് എന്തോ ഒരു ചിരിക്കണ സംഭവം എന്തോ ഇട്ടേക്കുവാണ്, കൊണ്ട് കാണാൻ മേല, ആരാന്ന് അറിഞ്ഞുകൂടാ എന്നൊക്കെയാണ് പറയണത്. ഈ കൊച്ചുങ്ങളുടെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ ആണല്ലേ, പിള്ളേരെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലം എന്നാന്ന് ആർക്കറിയാം. എല്ലാം കൂടെ രാവിലെ ലിപ്സ്റ്റിക്ക് ഇട്ട് മേക്കപ്പ് ഇട്ടങ്ങ് ഇറങ്ങുമല്ലേ. പഠിക്കാനാണോ പോണേ, എങ്ങനാ പോണേന്ന് ആർക്കറിയാം. ഇവിടെ ഒരു കൊച്ചുണ്ട്, അവളെ അങ്ങനെ മേക്കപ്പ് ഒന്നും അധികം ഇടിക്കാറൊന്നുമില്ല. അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ചെയ്യണത്. അവൾക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോണേ ഇഷ്ടമല്ല. അവൾക്ക് സ്വന്തമായിട്ടുള്ള സൗന്ദര്യത്തിൽ ജീവിക്കാനേ ഇഷ്ടമെന്ന് അവളെപ്പോഴും പറയാറ്. നമ്മളെ അതുപോലെയാണ് വളർത്തുന്നത്. ഹലോ എടാ, കറക്റ്റ് സമയത്ത് അപ്പുറത്തെ ആ പരദൂഷണത്തുള്ള തേയില വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവിടെ നിന്ന് വർത്താനം പറയുമോ? എനിക്ക് മുങ്ങാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ശരി, നീ ഫോൺ വെക്ക്, ഞാൻ എന്തേലും കള്ളത്തരം പറഞ്ഞ് ചാടാം. ശരി. അമ്മേ, ഞാൻ പോയിട്ട് വരാവേ. ഞായറാഴ്ച ക്ലാസ് ഉണ്ടാ? ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു. എന്നാ പോട്ടെ. തിളച്ച് പറ്റി കാണും വെള്ളം. പോട്ടേട്ടാ. ഭാഗ്യം പെങ്കൊച്ചില്ലാത്തത്. നമുക്ക് ആങ്കൊച്ചായോണ്ട് രക്ഷപ്പെട്ടു. കഥ കളിച്ചിട്ടിരിക്കുന്നേ. എടാ മക്കളെ, മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോണം.